ഹായ് എവ്രി വൺ. നമ്മൾ ഇന്ന് പുതിയതായിട്ട് ഇലക്ട്രോണിക്സിന്റെ സീരീസ് കണ്ടിന്യൂ ചെയ്യുകയാണ് കേട്ടോ. അപ്പൊ നോക്കി, നമ്മൾ ഓൾറെഡി ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട ജെഫെറ്റിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ജെഫെറ്റിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പാർട്ട് ഒപ്പാമുമായിട്ട് റിലേറ്റഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് കേട്ടോ. നോക്കി, a differential amplifier is a part of op-amp has one input and one output, has two output answers 1 and 3 are possible. നോക്കി, എന്താണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒപ്പാമുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഒപ്പാം എന്ന് പറഞ്ഞാൽ എന്താണ്? മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ ലൈക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ ഒക്കെ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഒപ്പാം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഒരു ഒപ്പാമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒപ്പാമിന് രണ്ട് കാര്യങ്ങളാണുള്ളത്. അത് അതിന് പാർട്സ് നോക്കുകയാണെങ്കിൽ മൂന്നെണ്ണം ഉണ്ട്. ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആസ് എ ഇൻപുട്ട് ഉണ്ട്, അല്ലെങ്കിൽ മോർ സ്റ്റേജസ് ഓഫ് എന്താ പറയാ, ഈ പറഞ്ഞ ഗെയിനിന് വേണ്ടിയിട്ട് അല്ലെ, ഒരു 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 കോമൺ എമിറ്റർ ആംപ്ലിഫയർ സ്റ്റേജ് എന്ന് പറഞ്ഞൊരു സെക്കൻഡ് പാർട്ട് ഉണ്ട്. മൂന്നാമത്തെ പാർട്ടിൽ ഒരു പുഷ് പുൾ എമിറ്റർ ഫോളോവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂന്നാമത്തെ പാർട്ട് ഉണ്ട്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ പാർട്ടിലുള്ള ആളാണ് ഈ പറഞ്ഞ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറും കോമൺ ആംപ്ലിഫയറും തമ്മിൽ വ്യത്യാസം എന്താ? ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ആംപ്ലിഫയറിൽ നിന്ന് വ്യത്യാസം എങ്ങനെ ആവുന്നു എന്ന് പറഞ്ഞാൽ, ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന് രണ്ട് തരം ഇൻപുട്സ് പോസിബിൾ ആണ്. രണ്ട് തരം ഇൻപുട്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻപുട്ടുകളെ ഡിഫറൻസ് എടുത്തുകൊണ്ട് ആംപ്ലിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് കൊണ്ട് വിളിക്കുന്നത്. ഓക്കെ, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്നുകൊണ്ട് വിളിക്കുന്നത് മനസ്സിലായി. പിന്നെ അതിന്റെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ പറയുന്ന പോലെ പല ആംപ്ലിഫയേഴ്സ് ഉണ്ട്. അതിനകത്ത് ചില ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന് രണ്ട് ഇൻപുട്ടുകളും പോസിബിൾ ആണ്, രണ്ട് ഔട്ട്പുട്ടുകളും പോസിബിൾ ആണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ഒപ്പാമിലൊക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഒപ്പാമിൽ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് രണ്ട് ഇൻപുട്ടും ഒരു ഔട്ട്പുട്ട് വരുന്ന രീതിയിലുള്ള ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിലും, ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന് എന്ത് പോസിബിൾ ആണ്? രണ്ട് ഇൻപുട്ടും രണ്ട് ഔട്ട്പുട്ടും പോസിബിൾ ആണ് അല്ലെ. അപ്പൊ ഈ ഒരു ആംപ്ലിഫയറിന്റെ, അതായത് നമ്മുടെ ഒപ്പാമിന്റെ മൂന്ന് സ്റ്റേജസിലുള്ള ആദ്യത്തെ ആളാണ് ഇത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. പിന്നെ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻസ്, അത് കുറെ കോമൺ എമിറ്റർ ആയിട്ടുള്ള ആംപ്ലിഫയർ സ്റ്റേജ് ഉണ്ട്. പിന്നെ ക്ലാസ് ബി പുഷ് പുൾ എമിറ്റർ ഉണ്ട്, എമിറ്റർ ഫോളോവർ. അപ്പൊ നോക്കിയേ, എന്താണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ? ഇസ് എ പാർട്ട് ഓഫ് ഒപ്പാം ആണ്, ഹാസ് ടു ഔട്ട്പുട്ട്സ്. ഒരു ഇൻപുട്ട് അല്ല അതിനുള്ളത്. എന്തായാലും അതിന് രണ്ട് ഇൻപുട്ട് ഉണ്ട്. രണ്ട് ഇൻപുട്ട് ഉണ്ട്, ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ഔട്ട്പുട്ട് പോസിബിൾ ആണ് കേട്ടോ. അതാണ് എന്ത് സാധാരണ ഈ പറഞ്ഞ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. സാധാരണ ആംപ്ലിഫയറിന് അതിന്റെ പ്രത്യേകത, ഒരു സിഗ്നൽ നമ്മൾ ഒരു സിംഗിൾ ഇൻപുട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു ഔട്ട്പുട്ട് എടുക്കും. ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ഉള്ളതിനാണ് നമ്മൾ സാധാരണ ആംപ്ലിഫയർ. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ രണ്ട് ഇൻപുട്ട് എന്തായാലും വേണം, ഔട്ട്പുട്ട് രണ്ടാവും അല്ലെങ്കിൽ ഒന്നാവും, അങ്ങനത്തെ പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ആൻസർ 1 and 3 ആ കറക്റ്റ്. ഓപ്ഷൻ എന്താ പറയാ 4 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, in differential mode, opposite polarity signals are applied to signal. The gain is one. Outputs are in different amplitudes. Only one supply voltage is used. Okay. എന്താണ് ഇൻ ഡിഫറൻഷ്യൽ മോഡ് അല്ലെ? ഡിഫറൻഷ്യൽ മോഡിൽ ഏതാണ് കറക്റ്റ് എന്ന് പറയാം. നമ്മൾ പറഞ്ഞു, നമ്മൾ ഡിഫറൻഷ്യൽ മോഡായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഈ പറഞ്ഞ് നമ്മള് രണ്ട് ഇൻപുട്ട് കൊടുക്കുന്നു. രണ്ട് ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഡിഫറൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ആംപ്ലിഫൈ ചെയ്ത് വരുന്നത് കേട്ടോ. അതായത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഇസ് എ സർക്യൂട്ട് ദാറ്റ് അക്സെപ്റ്റ് ടു സിഗ്നൽസ്, ടു ഇൻപുട്ട് സിഗ്നൽ ആൻഡ് ആംപ്ലിഫൈ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു സിഗ്നൽ. രണ്ട് സിഗ്നൽസിന്റെ ഡിഫറൻസ് ആണ് എന്ത് ചെയ്യുന്നത്? അവര് ആംപ്ലിഫൈ ചെയ്ത് വരും. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഓപ്പോസിറ്റ് പൊളാരിറ്റി സിഗ്നൽസ് ആർ അപ്ലൈ ടു ദി ഇൻപുട്ട്. ഇൻപുട്സിനകത്ത് ഓപ്പോസിറ്റ് പൊളാരിറ്റി ഇൻപുട്സ് ആണ് കിട്ടുന്നത്. നമുക്ക് എന്താ പറയാ, ഓക്കെ, അതൊക്കെ ഒന്ന് ഓർക്കണം കേട്ടോ. ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിഗ്നൽസ് ആണ് നമ്മൾ കൊടുക്കുന്നത്.
In a common mode, both inputs are grounded, the outputs are connected together, an identical signal appears in both inputs, the output signals are in phase എന്നാണ് പറയുന്നത്. കോമൺ മോഡ് നമുക്കറിയാം. നമുക്ക് ഈ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൽ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഇൻപുട്ടുകൾ കൊടുക്കാം. നോർമലി എന്താണ് ആ ഒരു ഡിഫറൻസ് ആണ് എടുത്തിട്ട് ആംപ്ലിഫൈ ചെയ്ത് എടുക്കുന്നത്. എനിവേ നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാൻ സാധിക്കും. അപ്പോ കോമൺ മോഡ് സിഗ്നൽസ് ഉണ്ട്. നമുക്ക് രണ്ട് തരം സിഗ്നൽസ് ആണ്. കോമൺ മോഡ് സിഗ്നൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ മോഡ് സിഗ്നൽസ് ഉണ്ട്. കോമൺ മോഡ് ഉണ്ട്, ഡിഫറൻഷ്യൽ മോഡ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിനകത്ത് കോമൺ മോഡ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ മോഡ് എന്ന് പറയുന്നത്, കോമൺ മോഡ് സിഗ്നൽസ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് രണ്ട് ഇൻപുട്ട് ഉണ്ടെന്ന് വെച്ചാൽ രണ്ട് ഇൻപുട്ടുകൾ ഉണ്ട് കേട്ടോ. അതായത് എ ബി എന്നുള്ള രണ്ട് ഇൻപുട്ട് ഉണ്ട്, നമുക്ക് ഇവിടെ ഒരു ഔട്ട്പുട്ട് ഉണ്ടെന്ന് വെച്ചു. അപ്പോൾ ഈ ഇൻപുട്ടിനകത്ത് കോമൺ ആയിട്ട് മോഡ് ചെയ്യാണ് എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ട് ഇൻപുട്സിലും ഒരേ ഫേസ് ആണ്, ഒരേ ആംപ്ലിറ്റ്യൂഡുള്ള ഒരേപോലത്തെ രണ്ട് സിഗ്നൽസിന് എന്ത് ചെയ്യണം, കൊടുക്കുന്നു. കോമൺ ആയിട്ടുള്ള ഒരേ ഫേസിലുള്ള എന്താണ്, ഒരു ആംപ്ലിറ്റ്യൂഡുള്ള രണ്ട് സിഗ്നൽസിനെ കൊടുക്കുന്നു. സ്വാഭാവികമായിട്ട് ഇതിന്റെ ഡിഫറൻസ് ആണ് ഔട്ട്പുട്ട് ആയിട്ട് വരിക. അപ്പൊ ഡിഫറൻസ് എന്തായാലും ഒരേപോലത്തെ രണ്ട് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഡിഫറൻസ് എന്തെങ്കിലും സീറോ ആണ്. കോമൺ മോഡ് എന്ന് പറയുന്ന സിഗ്നൽസിൽ ഡിഫറൻസ് സീറോ ആണ് നമുക്ക് പറയാൻ സാധിക്കും അല്ലെ. ഔട്ട്പുട്ട് സീറോ ആയിട്ടാണ് വരുന്നത്. കൂടുതലും കേസിൽ ഔട്ട്പുട്ട് സീറോ ആണ് വരുന്നത്. ഡിഫറൻഷ്യൽ മോഡിലാണെങ്കിലോ ഇവർ രണ്ടുപേരും ഒരേ ഫേസിലല്ല, 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാവും, പക്ഷെ ഒരേ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും കേട്ടോ. ഡിഫറൻഷ്യൽ മോഡ് ആണെങ്കിൽ എന്താണ്, നമുക്ക് ഡിഫറൻഷ്യൽ മോഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താണ്, എന്താ പറയുക, ഡിഫറെന്റ് ഫേസ് ആയിരിക്കും, ഫേസ് ആയിരിക്കും 180 ഡിഗ്രി ഡിഫറെന്റ് ഫേസ് ആയിരിക്കും. അതിന് ഒരാൾ ഒന്ന് 180 ഡിഗ്രി ഡിഫറൻസ് ഉണ്ടാവും. ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്, ആംപ്ലിറ്റ്യൂഡ് സെയിം. അതായത് ഒരു സിഗ്നൽ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒരു സിഗ്നൽ എങ്ങനെ കൊടുക്കും, ഈ രീതിയിലായിരിക്കും കൊടുക്കുക. അപ്പൊ ഡിഫറൻസ് നമ്മൾ എടുത്താൽ നമുക്കൊരു പ്രോപ്പർ ആയിട്ടൊരു ആൻസർ കിട്ടും. അപ്പൊ എപ്പോഴും നമ്മുടെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഡിഫറൻഷ്യൽ മോഡ് സിഗ്നൽസിനെയാണ് ആംപ്ലിഫൈ ചെയ്യുക. കോമൺ മോഡിന്റെ സിഗ്നൽസിനെ റിജക്ട് ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. മനസ്സിലായോ? എപ്പോഴും ഡിഫറൻഷ്യൽ മോഡ്സ് എന്ത് ചെയ്യും, എന്താ പറയാ, ഡിഫറൻഷ്യൽ എന്താ പറയാ ആംപ്ലിഫയർ എന്ത് ചെയ്യും, കോമൺ മോഡിനെ റിജക്ട് ചെയ്യുകൊണ്ട് ഡിഫറൻഷ്യൽ മോഡിനെ ആംപ്ലിഫൈ ചെയ്യാനാണ് ശ്രമിക്കുക കേട്ടോ. അതുകൊണ്ടാണ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത്. CMRR എന്ന് പറയുന്ന സംഭവം, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഉണ്ട്. ഇതിന്റെ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ മോഡ് ഡിവൈഡ് ബൈ ഡിഫറൻഷ്യൽ മോഡ് സിഗ്നൽ ഡിവൈഡ് ബൈ എന്താ പറയാ കോമൺ മോഡ് സിഗ്നൽസ്. CMRRന്റെ വാല്യൂ നോർമലി എത്രയാണ് വരുന്നത്, CMRR എന്ന് പറയുന്നതിന്റെ വാല്യൂ നോർമലി എന്താണ്, ഇൻഫിനിറ്റി ആണ് കയറി വരുന്നത്. കാരണം ഇതിന്റെ കോമൺ മോഡ് അപ്രോക്സിമേറ്റ്ലി 0 ആവുന്നതുകൊണ്ടാണ് CMRR എന്ന് പറയുന്നത്, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ഓക്കെ, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. കോമൺ മോഡ് ഗെയിൻ ഈസ്, നോക്കി, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ അല്ല പറയുന്നത്, കോമൺ മോഡ് ഗെയിൻ. കോമൺ മോഡ് ഗെയിൻ എങ്ങനെയായിരിക്കും ആലോചിച്ചപ്പോൾ, കോമൺ മോഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ടോ, ഇല്ല. എന്നുവെച്ചാൽ ആ ഒരു കോമൺ മോഡ് സിഗ്നൽസ് ആംപ്ലിഫൈ ചെയ്യുന്നുണ്ടോ, ഇല്ല. അതിനെ മാക്സിമം റിജക്ട് ചെയ്യാൻ നോക്കുന്നത്. സോ കോമൺ മോഡ് ഗെയിൻ ഇസ് വെരി ലോ ട്ടോ, വെരി ലോ ആണ്. കാരണം നമുക്ക് അതിന് ആവശ്യമില്ലാത്ത, കാരണം ഒരേപോലത്തെ രീതിയിലാണ് വരുന്നത്, അത് നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ കോമൺ മോഡ് ഗെയിൻ എന്ന് പറയുന്നത് വെരി ലോ. ഡിഫറൻഷ്യൽ ഗെയിൻ ഈസ്, ഡിഫറൻഷ്യൽ ഗെയിൻ ആണെങ്കിലോ കോമൺ മോഡ് വെരി ലോ ആണെങ്കിൽ ഡിഫറൻഷ്യൽ ഗെയിൻ എന്താണ്, വെരി ഹൈ ആയിരിക്കും. ഡിഫറൻഷ്യൽ മോഡിലുള്ള സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാനല്ലേ നോക്കുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഹൈ എന്ന് പറയാം. If ADM is 3500 and ACM is 0.35, then CMRR is equal to. Okay, ADM എന്ന് പറയുന്നത് ഗെയിൻ ആണ്. ഗെയിൻ ഓഫ് ഡിഫറൻഷ്യൽ മോഡ് എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്, സോറി, ഇവിടെ ADM is CMRR is കേട്ടോ, ADM is 3500 ആണ്.
ആൻഡ് ACM കോമൺ മോഡ് ഗെയിൻ എന്ന് പറയുന്നത് 0.35 ആണ്. 0.35 ആണ് എങ്കിൽ CMRR എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പൊ നമ്മൾ പറയാം കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ഇസ് ഈക്വൽ ടു കോമൺ മോഡ് ഡിഫറൻഷ്യൽ മോഡ് ഗെയിന് ഡിവൈഡ് ബൈ കോമൺ മോഡ് ഗെയിൻ. ഡിഫറൻഷ്യൽ മോഡ് ഗെയിം ആണ് തന്നിട്ടുള്ള എന്താണ് 3500 ഡിവൈഡ് ബൈ ഓക്കെ ഡിവൈഡ് ബൈ എന്താണ് ACM കോമൺ മോഡ് ഗെയിൻ എന്ന് പറഞ്ഞാൽ 0.35 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഏകദേശം നമുക്ക് 10,000 എന്ന് കിട്ടും അല്ലെ. 3,500 ഡിവൈഡ് ബൈ 0.35 ചെയ്താൽ 10,000. ക്വസ്റ്റിനകത്ത് 10,000 ഉണ്ട്, ശരിയാണ്. അപ്പൊ ഈ ആൻസർ കറക്റ്റ് തന്നെയാണ്. പക്ഷെ ക്വസ്റ്റിനകത്ത് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് 2 and 3 കറക്റ്റ് ആണെന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡെസിബലിലും ഒരു ആൻസർ കൊടുത്തു. DB എന്ന് പറയുന്ന ഡെസിബലിലും ഒരു ആൻസർ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഡെസിബലിൽ എന്ത് കിട്ടും എന്ന് അറിഞ്ഞിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇത് കറക്റ്റ് ആണോ ഇല്ലയെന്ന് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ഡെസിബലിൽ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 20 ലോഗ് ഈ ആൻസർ ചെയ്ത ഡെസിബലിലോട്ടാവും അല്ലെ. 20 ലോഗ് 10,000 എന്ന് പറയും. ദാറ്റ് ഈസ് 20 ലോഗ് 10 to the power 4 എന്ന് എഴുതുന്നു. 4 into 20 into log 10 അല്ലെ. log 10 1 ആണ്. സോ 20 into 4 എന്ന് പറയുന്നത് 80 ഡെസിബൽ എന്ന് പറയാൻ സാധിക്കും. 80 ഡെസിബലിലോട്ട് കൺവേർട്ട് ചെയ്ത 10,000 എന്നുള്ളത് 80 ഡെസിബലിന് ഇക്വലന്റ് ആണെന്ന് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. സോ എന്താ CMRR എന്താണ്? 10,000 ഉണ്ട്, 80 ഡെസിബലും ഉണ്ട് കേട്ടോ. 0 volts on both input. ഒപ്പം ഐഡിയലി ഷുഡ് ഹാവ് ഔട്ട്പുട്ട്. ഓക്കെ എന്താണ്? രണ്ടും 0 വോൾട്ട് ആണ് ഇൻപുട്ടിലെങ്കിൽ സ്വാഭാവികമായിട്ട് ഔട്ട്പുട്ട് എന്ത് കിട്ടും? ഡിഫറൻസ് ആണ് അതിന്റെ എന്താ പറയുക, ഡിഫറൻസ് ആണ് ഇത് ആംപ്ലിഫൈ ചെയ്യുന്നത്. സോ എന്താ ഡിഫറൻസ് എന്ന് പറയുന്നത്? ഡിഫറൻസ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും കിട്ടുക അല്ലെ. ആ ഒരു എന്താ പറയാ 0 ആണ് കിട്ടുന്നത്. രണ്ടും ഇൻപുട്സ് വോൾട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ് നമ്മൾ ഫാമിലി കിട്ടുന്നത്. ഔട്ട്പുട്ട് 0 തന്നെയാണ് വരുന്നത്. A certain op-amp has a bias current 50 microampere and 49.3 microampere. Input offset current is okay. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞ? ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞ അല്ലെ. നമുക്ക് എന്താ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറയുന്നത്? ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറയുന്നത് ആ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ടു ബയാസ് കറണ്ട് ആണ് എന്ത് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറയാം അല്ലെ. ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻപുട്ട് ഓഫ്സെറ്റ് ആണ്, അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനകത്ത് കൊടുക്കുന്ന രണ്ട് കറണ്ട് ഉണ്ട്, IB1 IB2 എന്നുള്ള രണ്ട് കറണ്ട് ഉണ്ട്. ഈ രണ്ട് കറണ്ടിന്റെ ഡിഫറൻസ് ആണ്. അതായത് നമുക്ക് ഇൻവേർട്ടിംഗ് ടെർമിനും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലും കൊടുക്കുന്ന രണ്ട് സിഗ്നൽസിന്റെ ഡിഫറൻസ് ആണ് എന്ത്? IB1 മൈനസ് IB2 എന്നുള്ള മോഡുലസ് എടുക്കുന്നതാണ് എന്ത് ഈ പറഞ്ഞ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറയുന്നത്. അത് എത്രയാണെന്ന് നമുക്ക് IB1 തന്നിട്ടുണ്ട് 50 തന്നിട്ടുണ്ട്, മൈനസ് 49.3 തന്നിട്ടുണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് 0.7 അല്ലെ മൈക്രോ ആംപിയർ ആണ് അല്ലെ. ഇൻറ്റു 10⁻⁻6 എന്ന് എഴുതാൻ സാധിക്കും അല്ലെ. മൈക്രോ ആംപിയർ ആണെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ഓപ്ഷനകത്ത് മൈക്രോ ആംപിയറിലല്ല നാനോ ആംപിയറിനകത്ത് ഒരു 700 നാനോ ആംപിയർ ഉണ്ട്. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 700 അല്ലെ, അതായത് ബൈ 1000 ഇൻറ്റു 1000 ചെയ്ത് കഴിഞ്ഞാൽ 700 ഇൻറ്റു 10⁻⁻9 ചെയ്യാൻ സാധിക്കും അല്ലെ. 700 ഇൻറ്റു 10 അതായത് ഞാൻ ഇവിടെ ഇൻറ്റു 100 ബൈ 100 ചെയ്തു. ഇൻറ്റു 1000 ബൈ 1000 ചെയ്തു. അപ്പൊ എന്ത് വരും? 700 വരും അല്ലെ. 700 ഇൻറ്റു 10⁻⁻6 ബൈ താഴെ തന്നെ 10⁻⁻6 ബൈ 10⁻3 എന്ന് കിട്ടും. 700 ഇൻറ്റു 10⁻⁻6 എന്ന് എഴുതാൻ സാധിക്കും. സോറി, -9 -6 -3 കൂടെ -700 നാനോ ആംപിയർ എന്നുള്ള രീതിയിൽ ആൻസർ ഓപ്ഷൻ എ ആണ്. For an op-amp with negative feedback, the output is okay. Op-amp with a negative feedback, അല്ലെ. op-amp with negative feedback,
എന്താണ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു ഇൻപുട്ട് ഇൻക്രീസ്ഡ് ഫെഡ് ബാക്ക് ടു ഇൻവേർട്ടിംഗ് ടെർമിനൽ ഫെഡ് ബാക്ക് ടു നോൺ ഇൻവേർട്ടിംഗ്. ഒരു ഒപ്പാം എപ്പോഴും നെഗറ്റീവ് ഫീഡ്ബാക്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അല്ലെ. ഓസിലേറ്റർ ആണ് പോസിറ്റീവ് ഫീഡ്ബാക്കിൽ, ആംപ്ലിഫയേഴ്സ് പൊതുവെ നെഗറ്റീവ് ഫീഡ്ബാക്കിലാണ് വർക്ക് ചെയ്യുന്നത്. നെഗറ്റീവ് ഫീഡ്ബാക്ക് പൊതുവെ ഇൻപുട്ട് ഇമ്പിഡൻസ് കൂട്ടാനും ബാൻഡ് വിഡ്ത്ത് കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതായതുകൊണ്ടാണ് എന്താ പറയാ നമുക്ക് അതേപോലെ എന്താ പറയാ എന്താ പറയാ ഒരു ലീനിയർ ഓപ്പറേഷൻസ് നടത്താനൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഒപ്പാം എന്ത് ചെയ്യുന്നത്, നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ഓസിലേറ്റർ പോലെയാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. അപ്പൊ നമുക്കറിയാം ഈ നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ഔട്ട്പുട്ട് എങ്ങോട്ട് കൊടുക്കും, ശരിക്കും പറഞ്ഞാൽ ഔട്ട്പുട്ട് ഈസ് ഗിവൺ ബാക്ക് ടു ഇൻവേർട്ടിംഗ് ടേം. നമ്മൾ ഇൻവേർട്ടിംഗ് മൈനസ് പ്ലസ് എന്നുള്ള ഇൻവേർട്ടിംഗ് ടേമിൽ ഇവിടെ ഔട്ട്പുട്ട് ആണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഒരു റെസിസ്റ്റർ വഴി നമ്മൾ കണ്ടിട്ടില്ല, ഇൻവേർട്ടിംഗ് ടേമിലോട്ട് റെസിസ്റ്റർ RF എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ റെസിസ്റ്റർ കൊടുക്കുന്നുണ്ട് അല്ലെ. എന്താ ഫീഡ്ബാക്ക് റെസിസ്റ്റർ എന്ന് പറയുന്നത്. അത് ഔട്ട്പുട്ട് എവിടെ നിന്ന് ഫീഡ്ബാക്ക് ചെയ്തിട്ട് എവിടെ കൊടുക്കുന്നത്, ഇൻവേർട്ടിംഗ് ടേമിലോട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഈസ് ഫെഡ് ബാക്ക് ടു ഇൻവേർട്ടിംഗ് ഇൻപുട്ടിലോട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഈ പറഞ്ഞ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. ദ യൂസ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. എന്താണ് നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ യൂസ് എന്ന് പറയുന്നത്? നോക്കി, റെഡ്യൂസസ് ദി വോൾട്ടേജ് ഗെയിൻ ഓഫ് ദി ഓപ്പ്-ആംപ്, മേക്സ് ദി ഓപ്പ്-ആംപ് ഓസിലേറ്റ്, മേക്ക് ലീനിയർ ഓപ്പറേഷൻ പോസിബിൾ. ആൻസർ 1 and 3 എന്നാണ് പറയുന്നത്. നോക്കി, എന്താ പറയാ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് കൊടുക്കുന്ന സമയത്ത് ശരിക്കും ഇച്ചിരി വോൾട്ടേജ് ഗെയിൻ കുറയ്ക്കാനും പറ്റാറുണ്ട്. അതുപോലെ തന്നെ വോൾട്ടേജ് ഗെയിൻ കുറയ്ക്കാനും ലീനിയർ ഓപ്പറേഷൻസ് പോസിബിൾ ആക്കാനും കൂടിയാണ് ഏത് യൂസ് ചെയ്യുന്നത്, നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഓപ്ഷൻ 1 and 3 ആട്ടോ, 1 and 2 അല്ല, 1 and 3 ആണ്. ഓസിലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഓസിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. റെഡ്യൂസസ് ദി വോൾട്ടേജ് ഗെയിൻ ഓഫ് ഒപ്പ്-ആംപ് ആൻഡ് മേക്സ് ലീനിയർ ഓപ്പറേഷൻ പോസിബിൾ. നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ത് ചെയ്യുന്നു? നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇൻക്രീസസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇംപെഡൻസ്, ഇൻക്രീസസ് ഇൻപുട്ട് ഇംപെഡൻസ് ആൻഡ് ബാൻഡ്വിഡ്ത്ത്, ഡിക്രീസസ് ഔട്ട്പുട്ട് ഇംപെഡൻസ് ആൻഡ് ബാൻഡ്വിഡ്ത്ത്, ഡസ് നോട്ട് എഫക്ട് ഇംപെഡൻസ് ഓർ ബാൻഡ്വിഡ്ത്ത് ആണ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ആംപ്ലിഫയർ ആയിട്ട്, നല്ലൊരു ആംപ്ലിഫയറിന് പ്രത്യേകത ഇൻപുട്ട് ഇംപെഡൻസ് വളരെ കൂടുതലും നല്ല ബാൻഡ്വിഡ്ത്ത് ഉള്ളതൊക്കെയാണ് അല്ലെ. സോ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ ഇൻപുട്ട് ഇംപെഡൻസ് കൂടി ബാൻഡ്വിഡ്ത്ത് ഒക്കെ കൂടുന്ന രീതിയിലുള്ളതാണ് ഏത്, നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. സോ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഇൻപുട്ട് ഇംപെഡൻസ് കൂട്ടി ബാൻഡ്വിഡ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. A certain non-inverting amplifier has R of 1 kilo ohm and RF ആട്ടോ. ഇത് R of 1 kilo RF feedback in the RF of 100 kilo ohm. The closed loop voltage gain. Okay, non-inverting ആണ്. നോൺ ഇൻവേർട്ടിംഗിന്റെ ഗെയിനിന്റെ ഫോർമുല എന്താ? നോൺ ഇൻവേർട്ടിംഗ് ഗെയിനിന്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ഗെയിൻ ഇസ് ഈക്വൽ ടു 1 പ്ലസ് RF ബൈ R ഇൻപുട്ട് എന്നാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, എന്ത് പറയാം, 1 പ്ലസ് ഫീഡ്ബാക്ക് റെസിസ്റ്റർ എന്താണ്? RF എന്ന് പറയുമ്പോൾ 100 കിലോ ഓം ആണ്. 100 അല്ലെ, 100 രണ്ടും കിലോ ഓം ആയതുകൊണ്ട് കുഴപ്പമില്ല. 100 ബൈ R ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? 1 കിലോ ഓം വിച്ച് ഇസ് ഈക്വൽ ടു 100 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 101 ആണ് ഗെയിൻ. ഏതിന്റെ കേസിലാണ്? ഇൻവേർട്ടിംഗിന്റെ കേസിൽ. എന്നാൽ നോൺ ഇൻവേർട്ടിംഗ് കേസ്, ഇൻവേർട്ടിംഗ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് കൊടുത്തേനെ? മൈനസ് RF ബൈ R ഇൻപുട്ടിന് കൊടുത്തേനെ. അതായത് 100 ബൈ 1 എന്ന്, -100, അതായത് ഒരു -100 എന്നുള്ള രീതിയിൽ മൈനസ് കാണിക്കുന്നത് ഇൻവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഗെയിൻ 100 എന്നുള്ള രീതിയിൽ കിട്ടിയത് അല്ലെ. ഇവിടുത്തെ നോൺ ഇൻവേർട്ടിംഗ് ആയതുകൊണ്ട് 101 ആണ് കറക്റ്റ് ആൻസർ. വോൾട്ടേജ് ഫോളോവർ. ഓക്കെ, ഒരു വോൾട്ടേജ് ഫോളോവറിന്റെ പ്രത്യേകത, വോൾട്ടേജ് ഫോളോവർ എന്ന് പറയുന്നത് എന്താണ്? അതിന് ഗെയിൻ 1 ഉള്ള, അത് നോക്കിയേ, വോൾട്ടേജ് ഫോളോവർ എന്താണെന്ന് ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. വോൾട്ടേജ് ഫോളോവർ എന്ന് പറയുന്നത് എന്താണ്? ഗെയിൻ 1. ഓക്കെ, വോൾട്ടേജ് ഫോളോവർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത് നമുക്ക് മൈനസ് ഉണ്ട്, പ്ലസ് ഉണ്ട്, ഫീഡ്ബാക്ക്. നമ്മൾ സിഗ്നല്, നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലാണ് സിഗ്നൽ കൊടുക്കുന്നത്.
എന്നിട്ട് ഇവിടുന്ന് പ്രത്യേകിച്ച് ഫീഡ്ബാക്ക് റെസിസ്റ്റർ ഒന്നും ഇല്ലാതെ എന്താണ് റെസിസ്റ്റർ ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഔട്ട്പുട്ടിനെ എടുത്ത് കൊടുത്തേക്കാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്താ പറയാ വോൾട്ടേജ് ഫോളോവർ എന്ന് പറഞ്ഞാൽ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസും എന്നാൽ ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കുറവ് ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടിയുള്ള രീതിയിലാണ് ഇത് വോൾട്ടേജ് ഫോളോവർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കി ഇവിടുത്തെ ഇതെന്ന് പറയുന്നത് നമുക്ക് ആർ എഫ് ഇല്ലാത്തത് കൊണ്ട് തന്നെ, അതായത് നമുക്ക് ഇത് ഇപ്പൊ ഗെയിൻ അല്ലേ, അതായത് ഇതിപ്പോ നമ്മുടെ നോൺ ഇൻവേർട്ടിംഗ് ആയിട്ടുള്ളല്ലേ, സോ ഗെയിൻ ഇസ് ഈക്വൽ ടു 1+RF/R ഇൻപുട്ട് എന്നാണ് കൊടുക്കുന്നത് അല്ലെ. സോ 1+RF 0 ആയതുകൊണ്ട് R ഇൻപുട്ട് എന്ന് പറയുന്നത് ഗെയിൻ എന്ത് കിട്ടി 1 എന്ന് കിട്ടും കേട്ടോ. സോ വോൾട്ടേജ് ഫോളോവർ എന്ന് പറയുന്നത് ഇൻവേർട്ടിംഗ് സിഗ്നലിനാണ്, ഇൻവേർട്ടിംഗ് ഇതിനകത്താണ് നമ്മൾ ഇത് സിഗ്നൽ കൊടുക്കുന്നത്. ഫീഡ്ബാക്ക് റെസിസ്റ്റർ ഇല്ല, ഗെയിൻ എന്താണ് 1 ആണ്. ഇതെല്ലാം എന്താണ് ഇതിന്റെ ആൻസേഴ്സ് ആണ്. ഹാസ് ഓൾ ഓഫ് ദീസ് ആണ് കറക്റ്റ് ആൻസേഴ്സ് ആണ്. A common mode signal is applied to the non-inverting input, the inverting input, both input top of the tail resistor എന്നാണ് പറയുന്നത്. നമുക്ക് ഈ കോമൺ മോഡ് സിഗ്നൽ എവിടെ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്? എല്ലാ സിഗ്നൽസും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ്? എന്താണ് എവിടെയാണ്? രണ്ട് ഇൻപുട്സിനകത്തും നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ. ഇറ്റ്സ് അപ്ലൈ ടു ബോത്ത് ദി ഇൻപുട്സ് ആണ് അല്ലെ. കോമൺ മോഡ് ഔട്ട്പുട്ട് 0 ആയിട്ട് വരുന്നതാണ്. കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് സ്മോളർ ദാൻ ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ, ഈക്വൽ ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ, ഗ്രേറ്റർ ദാൻ ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ. നമ്മൾ നേരത്തെ പറഞ്ഞു കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ കുറവും എന്താണ് ഈ പറഞ്ഞ ഡിഫറൻഷ്യൽ മോഡ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് കൂടുതലും ആണെന്ന് പറഞ്ഞു. സോ കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ മോഡ് വോൾട്ടേജ് ഗെയിനേക്കാൾ എന്താണ് കുറവായിരിക്കും. ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കാനൊന്നുമില്ല. നമ്മൾ എന്താ കോമൺ മോഡ് രണ്ടിലും ഒരുപോലെ സിഗ്നൽ കൊടുക്കുകയാണ്, ഒരേ കേസിൽ ഒരു ആംപ്ലിറ്റ്യൂഡിൽ ഒരേപോലെ സിഗ്നൽ കൊടുക്കുമ്പോൾ ഡിഫറൻസ് സ്വാഭാവികമായിട്ട് എന്തെങ്കിലും 0 ആണ്. ഡിഫറൻഷ്യൽ മോഡ് എന്ന് പറയുന്നത് എന്താണ്? രണ്ടിലും ഡിഫറെന്റ് ആയിട്ട് രണ്ട് സിഗ്നൽസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതിന് ഡിഫറൻസ് ആണ് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. സോ ഡെഫിനറ്റ് ആയിട്ട് ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ആയിരിക്കും എന്താണ് കൂടുതൽ, ഏതിനേക്കാൾ കോമൺ മോഡിനേക്കാൾ കൂടുതലായിട്ട് വരുന്നത്. സോ സ്മോളർ ദാൻ ഡിഫറൻഷ്യൽ വോൾട്ടേജ്. Input stage of op-amp is usually differential amplifier, class B push-pull amplifier, CE amplifier, SWAMP amplifier. Okay, input stage op-amp 3 stages ആണ് വരുന്നത്. ഫസ്റ്റ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഉണ്ട്, പിന്നെ ഒരു കോമൺ ഇമിറ്റർ കോൺഫിഗറേഷൻ വരുന്നുണ്ട്, പിന്നെ ക്ലാസ് ബി പുഷ്-പുൾ ആംപ്ലിഫയർ വരുന്നുണ്ട് അല്ലെ. ഇങ്ങനെയാണ് നമുക്ക് ഇൻപുട്ട് സ്റ്റേജിൽ ഏതാണ്? ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. Current cannot flow to a ground through mechanical ground, AC ground, virtual ground, ordinary ground. നമുക്ക് നമ്മൾ വിർച്വൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളത് ഒരു ടെർമിനലിനെ ഗ്രൗണ്ട് ആക്കി, അത് നമ്മളിപ്പോ ഒരു ടെർമിനലിനെ നമ്മൾ ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇത് ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികം ഇത് എന്ന് പറയുന്നത് ഈ ടെർമിനൽ നമ്മളൊന്നും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു പോയിന്റിൽ അത് ഗ്രൗണ്ട് തന്നെയാണെന്നുള്ളൊരു കണ്ടീഷൻസ് വരുന്നുണ്ട്. വിർച്വൽ ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കയറി വരുന്നുണ്ട്. അപ്പൊ വിർച്വൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? വിർച്വൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു കറണ്ട് ഗ്രൗണ്ടിലോട്ടെല്ലാം പോകുന്നില്ല. സാധാരണ ഗ്രൗണ്ട് ആണെങ്കിൽ കറണ്ട് ഗ്രൗണ്ടിലോട്ട് പോകും, പക്ഷെ മറ്റേത് ഒരു ഗ്രൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ഇതിനെയും ഒരു ഗ്രൗണ്ട് ആക്കി കൺസിഡർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. പക്ഷെ അവിടെ കറണ്ട് എന്ത് ചെയ്യുന്നില്ല, ആ വിർച്വൽ ഗ്രൗണ്ടിൽ കൂടെ ഗ്രൗണ്ടിലോട്ട് എത്തുന്നില്ല കേട്ടോ. സോ കറണ്ട് കനോട്ട് ഫ്ലോ ടു ഗ്രൗണ്ട് ത്രൂ വിർച്വൽ. മെക്കാനിക്കൽ വേണ്ടി കറണ്ട് എത്താം, പക്ഷെ കനോട്ട് ഫ്ലോ ത്രൂ ഏതിലോട്ടാണ്? വിർച്വൽ ഗ്രൗണ്ടിൽ കൂടെ പോകാൻ പറ്റത്തില്ല. ഓക്കെ, അടുത്ത് നമ്മൾ ഒപ്പാമിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോറി, ഒപ്പാം അല്ല, ഫിൽറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സ് പഠിക്കുന്നത്, നമുക്ക് കുറച്ചും ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഒപ്പാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ചും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി നമുക്ക് എന്താ പറയാ ഇച്ചിരി ഫിൽറ്റേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ അറിയാലോ, സർട്ടൻ ഫ്രീക്വൻസികൾ മാത്രം കടത്തിവിടാൻ പറ്റുന്ന രീതിയിലുള്ള ഫിൽറ്റേഴ്സ് ആണ് ഏതെന്ന് പറയുന്നത് ഈ പറഞ്ഞ കുറച്ച് സർട്ടൻ ഫ്രീക്വൻസി മാത്രം കടത്തി വിടുന്ന തരം ഉള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫിൽറ്റേഴ്സ് എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സ് പഠിക്കാനുണ്ട്.
ഏതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്? നമുക്ക് ലോ പാസ് ഫിൽറ്റർ പഠിക്കാനുണ്ട് അല്ലെ, ലോ പാസ് ഫിൽറ്റർ പഠിക്കാനുണ്ട്, നമുക്ക് ഹൈ പാസ് ഫിൽറ്റർ പഠിക്കാറുണ്ട്, നമുക്ക് ബാൻഡ് പാസ് ഫിൽറ്റർ പഠിക്കാനുണ്ട്, ബാൻഡ് റിജക്ട് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്കറിയാം ഒരു നമുക്കത് എന്താ പറയാ ഡിഫറെന്റ് ഓർഡേഴ്സ് ഓഫ് ഫിൽറ്റേഴ്സ് ഉണ്ട്. എന്താ പറയാ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ എന്നൊക്കെ പറഞ്ഞ ഡിഫറെന്റ് ഓർഡേഴ്സ് ഓഫ് ഫിൽറ്റേഴ്സും നമുക്ക് പഠിക്കാനുണ്ട്. സോ ഫ്ലാറ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, നമുക്ക് നോർമലി ബേസിക്കലി ഫിൽറ്റർ എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് തരമുണ്ട്. ആക്റ്റീവ് ഫിൽറ്റേഴ്സും പാസീവ് ഫിൽറ്റേഴ്സും ഉണ്ട്. ഓക്കെ, ആക്റ്റീവ് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്റ്റീവ് ഫിൽറ്റേഴ്സ് പറഞ്ഞാൽ ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പോണൻസ് ലൈക്ക് ഈ പറഞ്ഞ ഒപ്പാംസ് അല്ലെങ്കിൽ ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള എന്താ പറയാ ഫിൽറ്റേഴ്സ് ആണ് ആക്റ്റീവ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. പാസീവ് ഫിൽറ്റേഴ്സ് പറഞ്ഞാൽ പാസീവ് ഡിവൈസസ് ലൈക്ക് റെസിസ്റ്റേഴ്സ്, ഇൻഡക്ടേഴ്സ്, കപ്പാസിറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഇത് പാസീവ് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ആക്റ്റീവ് ഫിൽറ്റേഴ്സ് പൊതുവെ ഗെയിൻ തരുന്ന ആൾക്കാര്, പാസീവ് ഫിൽറ്റേഴ്സ് അങ്ങനെ ഗെയിൻ ഒന്നും തരത്തില്ല. പിന്നെ നമുക്ക് ഇഷ്ടം പോലെ വെറൈറ്റീസ് ഓഫ് ഒപ്പാംസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആക്റ്റീവ് ഫിൽറ്റേഴ്സ് ഉണ്ടാക്കാനാണ് കുറച്ചുകൂടി എളുപ്പം ദാൻ ദി പാസീവ് ഫിൽറ്റേഴ്സ് ആണ്. ആക്റ്റീവ് ഫിൽറ്റേഴ്സിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആക്റ്റീവ് ഫിൽറ്റേഴ്സിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് എന്താണ്, ബട്ടർ വർത്ത് ഫിൽറ്റർ ഉണ്ട്, ബട്ടർ വർത്ത് ഫിൽറ്റർ ഉണ്ട്, അതേപോലെ ചെബിഷെവ് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഫിൽറ്റർ ഉണ്ട്. ചെബിഷെവ് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഫിൽറ്റർ ഉണ്ട്. അപ്പൊ എന്താ ഈ ബട്ടർ വർത്ത് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ഹയർ ഓർഡർ പോളിനോമിയൽസ് ഒക്കെ എന്താ പറയാ ഫിൽറ്റർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഓർഡർ ഓഫ് ദി ബട്ടർ വർത്ത് ഫിൽറ്റർ എന്ന് പറയുന്നത് ഹയർ ഓർഡർ ആയിരിക്കും. പക്ഷെ ചെബിഷേവ് എന്ന് പറയുന്നത് എന്താണ്, ലോവർ ഓർഡർ ഫിൽറ്റേഴ്സ് ആണ് വരുന്നത്. ബട്ടർ വർത്ത് ഒരുപാട് ഹാർഡ്വെയറുകൾ വേണമെങ്കിൽ ചെബിഷേവ് ഫിൽറ്ററിന് എന്താണ് വലിയ ഹാർഡ്വെയർസിന്റെ ആവശ്യമില്ല. പക്ഷെ ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, ബട്ടർ വർത്തിന് റിപ്പിൾസ് ഉണ്ടോ അല്ലെങ്കിൽ നോയ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബട്ടർ വർത്ത് ഫിൽറ്റേഴ്സിന് നോയ്സ് ഒന്നുമില്ല. അതിന് ദി ഹാവ് അത് പാസ് ബാൻഡിലും സ്റ്റോപ്പ് ബാൻഡിലും പാസ് ചെയ്യുന്ന ആ ഒരു പോർഷനിലും സ്റ്റോപ്പ് ചെയ്യുന്ന പോർഷൻസിലും എന്തില്ല, അതിന് എന്തില്ല, റിപ്പിൾസ് ഇല്ല. പക്ഷേ ചെബിഷേവ് ഫിൽറ്റേഴ്സിന് എന്തുണ്ട്, ആ റിപ്പിൾസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബട്ടർ വർത്ത് ഫിൽറ്റേഴ്സിന് ഈ പറഞ്ഞ റിപ്പിൾസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ദേ ആർ ബീങ് കോൾഡ് ആസ് ഫ്ലാറ്റ് ഫിൽറ്റർ എന്ന് വിളിക്കുന്നത് ഏതാണ്, ഈ പറഞ്ഞ ബട്ടർ വർത്ത് ഫിൽറ്റർ. അപ്പൊ ബട്ടർ വർത്ത് ഫിൽറ്ററും ചെബിഷേവ് ഫിൽറ്റർ ഏതിന്റെ ക്ലാസിഫിക്കേഷനാണ്? ആക്റ്റീവ് ഫിൽറ്റേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഹയർ ഓർഡർ ആണ്, ഹാർഡ്വെയർസ് കൂടുതൽ വേണം, റിപ്പിൾസ് ഇല്ലാത്തതാണ് ഏത് ബട്ടർ വർത്ത് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിന് ദിസ് ഇസ് കോൾഡ് ഫ്ലാറ്റ് ഫിൽറ്റർ. സോ വിച്ച് ഫിൽറ്റർ ടൈപ്പ് ഇസ് കോൾഡ് ആസ് ഫ്ലാറ്റ് ഫിൽറ്റർ? ബട്ടർ വർത്ത് ഫിൽറ്റർ. അതൊരു ആക്റ്റീവ് ഫിൽറ്റർ ആണ് കേട്ടോ, ബട്ടർ വർത്ത് ഫിൽറ്റർ ആണ്. This filter performs exactly the opposite of the band pass filter. Okay, band pass filterന്റെ ആ ഒരു എന്താ പറയാ ബാൻഡ് പാസ് ഫിൽറ്ററിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ചെയ്യുന്ന ഫിൽറ്റർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ബാൻഡ് പാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ലോ പാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ പാസ്, ലോ ഫ്രീക്വൻസികളെ പാസ് ചെയ്തുകൊണ്ട് ഹൈ ഫ്രീക്വൻസി റിജക്ട് ചെയ്യുന്നതാണ് ലോ പാസ് എന്ന് പറയുന്നത്. ഹൈ പാസ് എന്താണ്? ലോ പാസുകൾ റിജക്ട് ചെയ്തുകൊണ്ട് ഹൈ ഫിൽറ്റേഴ്സിനെ പാസ് ചെയ്യുന്നതാണ് ഹൈ പാസ് എന്ന് പറയുന്നത്. എന്താ പറയാ ബാൻഡ് പാസ് ആണെങ്കിൽ, ബാൻഡ് പാസ് എന്ന് പറഞ്ഞാൽ സർട്ടേൺ റേഞ്ച് ഓഫ് ഫ്രീക്വൻസിനെ പാസ് ചെയ്യുന്നതാണ് എന്ത് വിളിക്കുന്നത്, ബാൻഡ് പാസ് എന്ന് വിളിക്കുന്നത്. ബാൻഡ് റിജക്ട് എന്ന് പറഞ്ഞാൽ സർട്ടേൺ സർട്ടൻ റേഞ്ച് ഓഫ് ഫ്രീക്വൻസിനെ റിജക്ട് ചെയ്യുന്നതാണ് എന്ത്, ബാൻഡ് എന്താ പറയാ ബാൻഡ് റിജക്ട് ഫിൽറ്റർ എന്ന് പറയുന്നത്. സോ ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഒരു റേഞ്ച്, അത് ഒരു ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ടു ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി വരെയുള്ള റേഞ്ചിനെ കടത്തിവിടുന്ന ബാൻഡ് പാസ് ഫിൽറ്ററിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഏതാണ്, അല്ലെങ്കിൽ അതിന് എക്സാക്ട്ലി ഓപ്പോസിറ്റ് വർക്ക് ചെയ്യുന്നത് എന്തായിരിക്കും? ബാൻഡ് പാസിന്റെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ബാൻഡ് റിജക്ട് ഫിൽറ്റർ ആണ് അല്ലെ. നമ്മുടെ ഓപ്ഷൻ എ ബാൻഡ് റിജക്ട് ഫിൽറ്റർ കറക്റ്റ് ആണ്. ബാൻഡ് റിജക്ട് ഫിൽറ്ററിന് തന്നെ വേറെ പേരാണ് ബാൻഡ് സ്റ്റോപ്പ് ഫിൽറ്റർ, ബാൻഡ് എലിമിനേഷൻ ഫിൽറ്റർ എന്നൊക്കെ പറയുന്നത് ഒരേ ആളുടെ. ബാൻഡ് എലിമിനേഷൻ, ബാൻഡ് സ്റ്റോപ്പ് ആ ഒരു ബാൻഡിനെ സ്റ്റോപ്പ് ചെയ്യുന്ന ഫിൽറ്റർ കേട്ടോ, ബാൻഡിനെ റിജക്ട് ചെയ്യുന്ന ഫിൽറ്റർ, ആ ബാൻഡ് എലിമിനേറ്റ് ചെയ്യുന്ന ഫിൽറ്റർ, ഈ മൂന്ന് പേരുകളും സ്യൂട്ടബിൾ ആണ്. സോ ഓൾ ഓഫ് ദി മെൻഷൻഡ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇൻ വിച്ച് ഫിൽറ്റർ ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട് വോൾട്ടേജ് ആർ ഈക്വൽ ഇൻ ആംപ്ലിറ്റ്യൂഡ് ഫോർ ഓൾ ദി ഫ്രീക്വൻസി ആണ്? ഏത് ഫിൽറ്ററിലാണ് ഔട്ട്പുട്ടും ഇൻപുട്ട് വോൾട്ടേജും ഒരേപോലെ ആംപ്ലിറ്റ്യൂഡിൽ നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഫിൽറ്റർ ഉണ്ട്.
ഓൾ പാസ് ഫിൽട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജസും ഇൻപുട്ട് വോൾട്ടേജും ഈക്വൽ ഇൻ ആംപ്ലിറ്റ്യൂഡ് ആണ് എല്ലാ ഫ്രീക്വൻസിലും. അതായത് ഈ ഫിൽട്ടറിന്റെ പ്രത്യേകത എന്താ പറയാ, പാസസ് ഓൾ ദി ഫ്രീക്വൻസി ഈക്വലി വെൽ ആൻഡ് വിത്ത് ഫേസ് ആണ് ആൻഡ് ബിറ്റ്വീൻ ടു ഫങ്ഷൻസ് ഓഫ് ഫ്രീക്വൻസി എന്നാണ്. അതായത് എല്ലാ തരം ഫ്രീക്വൻസിയെയും കടത്തിവിടാൻ പറ്റുന്ന രീതിയിലാണ് ഓൾ പാസ് ഫിൽട്ടർ എന്ന് പറയുന്നത്. അപ്പൊ അവർക്കാണ് ഔട്ട്പുട്ടിലും ഇൻപുട്ടിലും എന്ത് ചെയ്യുന്നുണ്ട്, ഔട്ട്പുട്ടിലും ഇൻപുട്ടിലും ഒരേപോലത്തെ എന്താ പറയാ ആംപ്ലിറ്റ്യൂഡ് അല്ലെ വോൾട്ടേജസ് അല്ലെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജസ് ആർ ഈക്വൽ ഇൻ ആംപ്ലിറ്റ്യൂഡ് ആവുന്ന ഏതാണ്? ഈ പറഞ്ഞ ഓൾ പാസ് ഫിൽട്ടർ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, given that lower and higher cutoff frequency of band pass filter are 2.5 kilohertz and 10 kilohertz, determine the bandwidth. Bandwidth എന്ന് പറഞ്ഞാൽ ബാൻഡ് എത്ര റേഞ്ച് ഓഫ് ഫ്രീക്വൻസി, ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ ആ റേഞ്ചിന്റെ ആ ഇടയിലുള്ള റേഞ്ചിന് നമ്മൾ വിളിക്കുക ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൻഡ് പാസ് ഫിൽറ്ററിന് ആ ഒരു ഡിഫറൻസ് എന്താണ്? ആ ഒരു ഡിഫറൻസ് എടുത്താണ് 10 മൈനസ് 2.5 എന്ന് പറയുമ്പോൾ 7.5 കിലോ ഹേർട്സ് എന്ന് പറയാൻ പറ്റും. അതായത് 7.5 ഇൻറ്റു 1000 ഹേർട്സ് എന്ന് പറയാൻ പറ്റും. 7500 അല്ലെ എന്താ ഹേർട്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദ ഗെയിൻ ഓഫ് ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഗെയിൻ ഓഫ് ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽട്ടർ. നോക്കി, ലോ പാസ് ഫിൽട്ടർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ലോ പാസ് ഫിൽട്ടർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽട്ടർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പോസിറ്റീവ് സൈഡിൽ നമ്മൾ നോക്കുന്നു. ഇവിടെ ഒരു R1 RF എന്ന് പറയുന്നിട്ടുള്ള രണ്ട് ഫീഡ്ബാക്കും ഒരു ഇൻപുട്ട് റെസിസ്റ്ററും ഉണ്ട്. പക്ഷെ അതിനേക്കാൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്നത് ഈ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ രണ്ട് കാര്യങ്ങളാണ്. ഒരു ലോ പാസ് ഫിൽട്ടർ ആണ് പറഞ്ഞേക്കുന്നത്. ലോ പാസ് ഫിൽട്ടർ എന്ന് പറയുമ്പോൾ അവിടുത്തെ കോൺഫിഗറേഷൻ പറഞ്ഞാൽ R താഴോട്ട് C, ഗ്രൗണ്ട് ചെയ്തിട്ടുള്ള C ആണ് കേട്ടോ. നമ്മൾ ഇവിടെയാണ് സിഗ്നൽ കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഫസ്റ്റ് ഓർഡർ ലോ പാസ് RC കോൺഫിഗറേഷൻ ആണ് വരുന്നത്. ഓക്കെ, അവിടുത്തെ രീതി ലോ പാസ് എന്ന് പറയുന്ന സമയത്ത് അവിടുത്തെ ഒരു ഗെയിൻ എങ്ങനെ വരയ്ക്കാൻ പറ്റും? ലോ പാസ്, ലോനെ പാസ് ചെയ്തു എന്നിട്ട് ഒരു സർട്ടൻ ഫ്രീക്വൻസിക്ക് ശേഷമുള്ള ഇത് ഫ്രീക്വൻസിയാണ്. ലോനെ പാസ് ചെയ്തിട്ട് ഒരു സർട്ടൻ ഫ്രീക്വൻസി താഴെ എന്ത് ചെയ്തു, ഇങ്ങനെ ഇത് വന്നു അല്ലെ. സോ നോക്കിയേ, ദ ഗെയിൻ ഓഫ് ലോ പാസ് ഫിൽട്ടർ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യാണെന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാം അല്ലെ. ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. എത്രയും പാസ് ചെയ്തിട്ട് ബാക്കി പാസ് ചെയ്യാത്തത് കൊണ്ടാണ് ആ സർട്ടൻ ഫ്രീക്വൻസി ശേഷമുള്ള പാസ് ചെയ്യുന്നില്ല എന്നുള്ളത് ഡിക്രീസ്. അപ്പൊ ഗെയിൻ ഓഫ് ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഡിക്രീസ് ചെയ്യുമെന്ന് ആദ്യം മനസ്സിലാക്കാം. ഇനി ഓപ്ഷൻസിനകത്ത് 40 ഡെസിബിൾ 20 ഡെസിബിൾ ആണ്. അപ്പൊ ഡിക്രീസ് എന്ന് പറയുന്ന ഈ രണ്ട് ഓപ്ഷൻസ് ആണ്. ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽട്ടർ ആയതുകൊണ്ട് the gain is decreased by 20 decibel per decade ആണ് കേട്ടോ. എന്താ പറയാ 20 decibel per decade. അതായത് ഓരോ ഡിക്കേഡിലും ഫോർ എക്സാമ്പിൾ, അതായത് ഓരോ ഡിക്കേഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫോർ എക്സാമ്പിൾ 10 കിലോ ഹേർട്സ് 10 കിലോ ഹേർട്സ് 100 കിലോ ഹേർട്സ് ആയിട്ട് മാറും. അപ്പൊ ആ ഒരു എന്ന് പറയുന്നത് 10 വ്യത്യാസം ഉണ്ട് അല്ലെ. മീൻസ് 10 × 10 100. അപ്പൊ ഇതാണ് ഡിക്കേഡ് എന്ന് പറയുന്നത്. ആ ഒരു റൈസ് എന്ന് പറയുന്നത് 10 ടൈംസ് കൂടിയ സമയത്താണ്. അതായത് ആ ഒരു ഈ പറഞ്ഞ 20 ഡെസിബൽ, അതായത് ഗെയിൻ എന്ത് ചെയ്തു? ഗെയിൻ ഫോൾ ചെയ്യുന്നു. എങ്ങനെ? ഓരോ 20 ഡെസിബൽ എങ്ങനെ? ഓരോ 10 പ്രാവശ്യം അല്ലെങ്കിൽ 10 ടൈംസ് എന്നുള്ള ഒരു കണക്ക് വരുന്ന സമയത്ത് 20 ഡെസിബൽ കുറയുന്നു. 20 ഡെസിബൽ കുറയുന്നു എന്നതാണ് എന്ത് ഈ പറഞ്ഞ 20 ഡെസിബൽ പെർ ഡിക്കേഡ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത്, which of the following has best stop band response ഉള്ളത്? ബെസ്റ്റ് സ്റ്റോപ്പ് ബാൻഡ് റെസ്പോൺസ് ഉള്ള ഫിൽട്ടർ ഏതാണ് എന്നാണ് നമ്മൾ കേൾക്കാത്തൊരു ഫിൽട്ടർ. കോർ ഫിൽട്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഫിൽട്ടർ ആണ് കേട്ടോ. കോർ ഫിൽട്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഫിൽട്ടർ ആണ്. എന്താ പറയാ, ഈ കോർ ഫിൽട്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഫിൽട്ടർ ആണ്. ഏതെന്ന് പറയുന്നത് ഈ ഒരു ബെസ്റ്റ് സ്റ്റോപ്പ് ബാൻഡ് റെസ്പോൺസ് ഉള്ളതാണ്. കോർ ഫിൽറ്ററിനെ നമ്മൾ എലിപ്റ്റിക്കൽ ഫിൽട്ടർ എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. എലിപ്റ്റിക്കൽ ഫിൽട്ടർ എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. Determine the order of the filter when the gain decreases rate of 60 decibel per decade at stop band എന്നാണ്. ഓക്കെ നോക്കേ,
ഡിറ്റർമൈൻ ദ ഓർഡർ കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് ഓർഡർ ആണ്, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ ആണ്. ഗെയിൻ ഇൻക്രീസസ് ബൈ റേറ്റ് ഓഫ് 60 ഡെസിമൽ. നോക്കിയേ, അവിടെ 2 പോയിന്റ് ആണ്. ഗെയിൻ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്, റേറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ 2 പോയിന്റ് പറയുന്നത് ഏത് ഫിൽറ്റർ ആണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നോക്കിയേ, ഗെയിൻ ഇൻക്രീസ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് നമുക്ക് ലോ പാസ് പറഞ്ഞു അല്ലെ, ലോനെ പാസ് ചെയ്തിട്ട് ബാക്കിയുള്ളതിനെ പാസ് ചെയ്യാതെ. ഹൈ പാസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഹൈ പാസ് എന്ന് പറയുന്നത് നമുക്ക് എന്താ, ആദ്യത്തെ ആൾക്കാരെ ഒന്നും പാസ് ചെയ്യാതെ ഒരു സർട്ടൻ ഫ്രീക്വൻസിന് ശേഷമുള്ള ആളെ പാസ് ചെയ്ത് വിടുകയാണ്. അപ്പൊ ഇവിടെ ശരിക്കും എന്താ സംഭവിക്കുന്നത്? ഇവിടുത്തെ കേസിലാണ് എന്ത് സംഭവിക്കും? ഗെയിന് കൂടി കൂടി വരുന്നത്. ഇവിടുത്തെ കേസിൽ എന്താണ്? ഗെയിന് കുറഞ്ഞു വരികയാണ്. അപ്പൊ ഗെയിന് കൂടി വരുന്നു എന്ന് പറഞ്ഞപ്പോ നമുക്ക് അവിടെ എന്ത് മനസ്സിലാക്കാം? അതൊരു ഹൈ പാസ് ഫിൽറ്റർ ആണ് മനസ്സിലാക്കാം ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, ഹൈ പാസ് ഫിൽറ്റർ. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ പ്രകാരം ലോ പാസ് ആണ് ഇതും ഇതും, അതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും കട്ട് ചെയ്ത് കളയാം. പിന്നെ ഉള്ളത് നൺ ഓഫ് ദി എബോവ് മെൻഷൻഡ് ആണോ തേർഡ് ഓർഡർ ഹൈ പാസ് ആണോ എന്നുള്ള കൺഫ്യൂഷൻ. ഹൈ പാസ് എന്ന് കിട്ടി അല്ലെ, ഹൈ പാസ് എന്ന് കിട്ടി. ഇനി എന്താ ഓർഡർ മനസ്സിലാക്കണമെങ്കിൽ 20 ഡെസിബിൾ പെർ ഡിക്കേഡ് ആണ് ഫസ്റ്റ് ഓർഡറിന്റെ ഇത് കുറയോ കൂടുകയോ ചെയ്യുന്നത്. 40 ഡെസിബിൾ പെർ ഡിക്കേഡ് ആണ് സെക്കൻഡ് ഓർഡറിന്റെ. 60 ഡെസിബിൾ പെർ ഡിക്കേഡ് എന്ന് പറഞ്ഞാൽ തേർഡ് ഓർഡർ ഫിൽറ്റേഴ്സിന്റെ ആണ് ആ ഒരു ഡിക്രീസ് വരുന്നത്. തേർഡ് ഓർഡർ ഹൈ പാസ് ഫിൽറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, തേർഡ് ഓർഡർ ഹൈ പാസ് ഫിൽറ്റർ ആണ്. നെയിം ദ ഫിൽറ്റർ ദാറ്റ് ഹാസ് 2 സ്റ്റോപ്പ് ബാൻഡ്സ്. 2 സ്റ്റോപ്പ് ബാൻഡ്സ് ഉള്ളതാണ്. ബാൻഡ് പാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാൻഡ് പാസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു, അതായത് ആദ്യം ഒന്ന് ഒരു സർട്ടൻ ഫ്രീക്വൻസിക്ക് ശേഷമുള്ള ആൾക്കാരെ പാസ് ചെയ്തിട്ട് ആ സർട്ടൻ ഫ്രീക്വൻസി വരെ പാസ് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ടേക്ക് പാസ് ചെയ്യാതെ വരും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ പാസ് ഫിൽറ്ററിനെയും ലോ പാസ് ഫിൽറ്ററിനെയും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അല്ലെ. ഇതെന്ന് പറഞ്ഞ് നോക്കിയാൽ നമുക്കറിയാം ഹൈ പാസ് ഫിൽറ്ററിന്റെ ഒരു കോൺഫിഗറേഷൻ ആണ് അല്ലെ, ഇങ്ങനെ ഈ ഒരു കോൺസ്റ്റന്റ്. ലോ പാസ് ആണ് എന്താണ്, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കുറയുന്ന എന്താണ്, ലോ പാസ് ഫിൽറ്റർ ആണ് അല്ലെ. സോ നോക്കി ഹൈ പാസ് ലോ പാസിന്റെ ഇപ്പൊ ഇവിടുത്തെ 2 സ്റ്റോപ്പ് ബാൻഡ്. ഈ സ്റ്റോപ്പ് ബാൻഡ്സ് പറഞ്ഞാൽ ഈ പാസ് ചെയ്യുന്ന ബാൻഡിനെ പാസ് ബാൻഡും ഈ കടത്തിവിടാത്ത ബാൻഡിനാണ് സ്റ്റോപ്പ് ബാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ 2 സ്റ്റോപ്പ് ബാൻഡ്സ് ഉള്ളത് ഏതിനാണ്? ബാൻഡ് പാസിനാണ് ഉള്ളത് കേട്ടോ. ബാൻഡ് പാസ് ഫിൽറ്റേഴ്സ് ആണുള്ളത്. ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ഫിൽറ്റർ ഇൻ സ്റ്റോപ്പ് ബാൻഡ്. സ്റ്റോപ്പ് ബാൻഡ് പറഞ്ഞ പാസ് ചെയ്യാത്ത ഭാഗത്തുള്ള ഫ്രീക്വൻസി എന്താണ്? ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി, increases with increase in frequency, decreases with decrease in frequency, increases with decrease in frequency. What is the response to frequency of filter എന്ന് ചോദിച്ചിട്ടുള്ളൂ ഇൻ സ്റ്റോപ്പ് ബാൻഡ്. അപ്പൊ നമുക്ക് ലോ പാസ് ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? ലോ പാസ് പറഞ്ഞാൽ ലോനെ പാസ് ബാക്കിനെ കുറയും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇവിടെ എന്ത് സംഭവിച്ചു? ഫ്രീക്വൻസി, ഇതാണ് സ്റ്റോപ്പ് ബാൻഡ് കേട്ടോ. അപ്പൊ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിച്ചു? ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് ഇത് കുറഞ്ഞു. അപ്പൊ ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി, ആ ഓപ്ഷൻ കറക്റ്റ് ആണ്. ഹൈപാസിന്റെ കേസിലാണ്. ഹൈപാസ് ആണെങ്കിൽ നമുക്കറിയാം കൂടി വന്നിട്ട് മീൻസ് ഒരു പെർട്ടിക്കുലർ പോയിന്റിന് ശേഷമുള്ള ആൾക്കാരെ പാസ് ചെയ്യും. അപ്പൊ ഇതാ ഇവിടെ സ്റ്റോപ്പ് ബാൻഡ് ഇവിടെ ആണ്. അപ്പൊ എന്താ സംഭവം? ഇവിടുത്തെ കേസിൽ എന്താണ്? ഫ്രീക്വൻസിക്ക് അനുസരിച്ച് സ്റ്റോപ്പ് ബാൻഡ് കൂടിക്കൊണ്ട് വരുന്നു എന്ന് പറയാം. അപ്പൊ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി എന്നുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. മനസ്സിലായോ? അപ്പൊ നോക്കിയേ, ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി എന്താണ്? ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി. ഫ്രീക്വൻസി കൂടുതൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ 1 and 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ആൻഡ് ആക്റ്റീവ് ഫിൽട്ടർ ഈസ് എന്താണ്? ഒരു ആക്റ്റീവ് ഫിൽട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആൻ അനലോഗ് ഡിജിറ്റൽ ഇലക്ട്രോണിക് ബോത്ത് എ ആൻഡ് സി. നോക്കിയ ഒരു ആക്റ്റീവ് ഫിൽട്ടർ എന്ന് പറയുന്നത് ബോത്ത് ഇലക്ട്രോണിക്കും അനലോഗസ് ആയിട്ടുള്ളതുമാണ് ഇത് ആക്റ്റീവ് ഫിൽട്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ആക്റ്റീവ് ഫിൽട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ബോത്ത് എന്താ പറയുക, ഇലക്ട്രോണിക്കും ആൻഡ് അനലോഗ്സ് ആയിട്ടുള്ളതാണ് ആക്റ്റീവ് ഫിൽട്ടേഴ്സ് എന്ന് പറയുന്നത്. Which of the following is a function of amplifier in active filters? ആക്റ്റീവ് ഫിൽട്ടേഴ്സിനൊക്കെ ആംപ്ലിഫയർ ഉണ്ട്. ആംപ്ലിഫയറിന്റെ യൂസ് ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പവർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ടു ഇൻക്രീസ് ദി പവർ ഓഫ് ദി ഫിൽട്ടർ സർക്യൂട്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്ന ആക്റ്റീവ് ഫിൽട്ടർ സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ദിവസം നോക്കിയാൽ വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആക്റ്റീവ് ഫിൽട്ടേഴ്സ്? which of the following characteristic active filters can be adjusted by variable resistor? ഒരു റെസിസ്റ്റർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആക്റ്റീവ് ഫിൽട്ടേഴ്സിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് മാറ്റാൻ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീക്വൻസി റെസ്പോൺസിന്റെ ഷേപ്പ്, ക്യൂ പോയിന്റ്, ഫ്രീക്വൻസി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു റെസിസ്റ്റർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റാൻ സാധിക്കും കേട്ടോ. ക്യൂ പോയിന്റ് എത്രത്തോളം ഷാർപ്പ് ആണ് എന്നുള്ളതാണ് ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് കേട്ടോ. ക്യൂ പോയിന്റ്, റെസ്പോൺസിന്റെ ഷേപ്പ്,
ഫ്രീക്വൻസി ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ക്യൂ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ക്യൂ ഫാക്ടർ എന്ന് പറയുന്നത് ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് എന്താണ്? ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് അതൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ് കേട്ടോ. ഡയമെൻഷൻലെസ് ക്വാളിറ്റി ആണ്. ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ആ ഒരു എനർജി ലോസുമായിട്ട്, അതായത് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് എനർജി ലോസ് കമ്പയർ ടു ദി എനർജി സ്റ്റോർഡ് ഇൻ ദി സിസ്റ്റം ആണ്. ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ശരിക്കും ക്യൂ ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു എനർജി, സ്റ്റോർഡ് എനർജി എത്രത്തോളം ലോസ്, സ്റ്റോർഡ് എനർജി ബൈ എന്താണ് പവർ ലോസ് എന്നുള്ള രീതിയിൽ പറയാൻ സാധിക്കും. അത് ഡയമെൻഷൻലെസ് എന്താ പറയാ ഫോർമുലയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. ഡയമെൻഷൻലെസ് ഫോർമുലയാണെന്ന് പറയാൻ സാധിക്കും. അതെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് അത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആക്റ്റീവ് ഫിൽറ്റേഴ്സ് ആണ്. ആക്റ്റീവ് ഫിൽറ്റേഴ്സിന്റെ എന്താ പറയാ ക്യാരക്ടറിസ്റ്റിക്. Which of the following are the characteristics of active filters ആണ്? ഗുഡ് ഐസൊലേഷൻ, ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ്, ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ്, ഓൾ ഓഫ് ദി അബവ്. നമുക്ക് ഒരു ആക്റ്റീവ് ഫിൽറ്റേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് നല്ല സിഗ്നൽ ഐസൊലേഷൻസ് കൊടുക്കാൻ സാധിക്കും. ബെറ്റർ സിഗ്നൽ ഐസൊലേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ സിഗ്നലും ഐസൊലേറ്റ് ചെയ്ത് ആ ഐസൊലേഷൻസ് ഉണ്ട്. പാസീവ് ഫിൽറ്റേഴ്സിന് അത്ര ഐസൊലേഷൻ പോരാ കേട്ടോ. പക്ഷെ ആക്റ്റീവ് ഫിൽറ്റേഴ്സ് കൂടെ ഐസൊലേഷൻ ഉണ്ട്. ഇൻപുട്ട് ഇമ്പിഡൻസ്, ഒരു ഫിൽറ്റർ ആണ്, ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടുതലും ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസും ആണ്. സോ ഓൾ ഓഫ് ദി എബോ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ട്യൂണബിൾ ആണ് ആക്റ്റീവ് ഫിൽറ്റേഴ്സ്, ട്യൂണബിൾ ആണ്. അതൊക്കെ നമുക്ക് ആക്റ്റീവ് ഫിൽറ്റേഴ്സിന്റെ ഇതിൽ പറയാൻ സാധിക്കും. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി അഡ്വാൻറ്റേജ് ഓഫ് ദി ആക്റ്റീവ് ഫിൽറ്റേഴ്സ്. മറ്റേ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. അഡ്വാൻറ്റേജസ് ഓഫ് ആക്റ്റീവ് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സീറോ റെസ്പോൺസ് ഇഷ്യൂ, റിലയബിൾ ഓപ്പറേഷൻ, സീറോ ഹാർമോണിക്സ്, ഇതെല്ലാം എന്താണ് ഈ പറഞ്ഞ ആക്റ്റീവ് ഫിൽറ്റേഴ്സിന്റെ അഡ്വാൻറ്റേജസ് ആണ്. സീറോ റെസ്പോൺസ് ഇഷ്യൂ, റിലയബിൾ ഓപ്പറേഷൻസ്, സീറോ ഹാർമോണിക്സ്, ഇതെല്ലാം എന്തിന്റെ ഓപ്ഷൻ ഇതാണ്? ഇതൊക്കെയാണ് എന്താ ഒരു ആക്റ്റീവ് ഫിൽറ്ററിന്റെ എന്താ പറയാ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അടുത്ത വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി ഡിസഡ്വാൻറ്റേജ് ആക്റ്റീവ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ കോംപ്ലക്സ് ബേസ്ഡ് കൺട്രോൾ സിസ്റ്റം, ഡിഫിക്കൽട്ടി ഇൻ ഹാൻഡിലിംഗ് ലാർജ് പവർ, ഫ്രീക്വൻസി ലിമിറ്റ്, റേഞ്ച്, ഓൾ ഓഫ് ദി ആക്റ്റീവ് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി, ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസി ഉണ്ട് അല്ലെ ഒരു ഫിൽറ്റേഴ്സിന് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഹൈ പവേഴ്സ് എന്താ പറയാ ഹാൻഡിൽ ചെയ്യാൻ വെച്ചിട്ട് ബുദ്ധിമുട്ടുണ്ട്. കോംപ്ലക്സ് സിസ്റ്റം ആണ് ഏതെന്ന് പറയുന്നത് ഈ പറഞ്ഞ ആക്റ്റീവ് ഫിൽറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. അതൊക്കെയാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആപ്ലിക്കേഷൻസ് ഓഫ് ആക്റ്റീവ് ഫിൽറ്റേഴ്സ് ആണ്. ആക്റ്റീവ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത് പല ഏരിയാസിലാക്കണം. മെഷർമെന്റ് സർക്യൂട്ട്സിലാണെങ്കിലും ചാനൽ സെപ്പറേഷൻസിലാണെങ്കിലും സ്പേസിന്റെ ഫീഡ്ബാക്കിലൊക്കെ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആക്റ്റീവ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. The problem of passive filters is overcome by use of passive filtersന്റെ പ്രശ്നം ഓവർകം ചെയ്ത് എങ്ങനെയാണ് ആക്റ്റീവ് ഫിൽട്ടർ യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്. പ്രോബ്ലം ഓഫ് പാസീവ് ഫിൽട്ടർ ഇസ് ബീൻ ഓവർകം കേട്ടോ. അത് ഫൈൻഡ് ഔട്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ആക്റ്റീവ് ഫിൽട്ടേഴ്സ് ആൻഡ് പാസീവ് ഫിൽട്ടേഴ്സ്. ഇൻകറക്റ്റ് ആണ്. ഗെയിൻ ഇസ് നോട്ട് അറ്റിനേറ്റഡ് ഇൻ ഇൻകറക്റ്റ് ആണ്. ഗെയിൻ ഇസ് നോട്ട് അറ്റിനേറ്റഡ് ഇൻ ആക്റ്റീവ് ഫിൽട്ടേഴ്സ്. എന്നുള്ള രീതിയിലാണ്. ഇൻകറക്റ്റ് എന്ന് പറയുന്നത് ശരിയാ, നമുക്ക് കറക്റ്റ് ആണ്. ആക്റ്റീവ് ഫിൽറ്റേഴ്സിൽ ഗെയിൻ നമുക്ക് അറ്റിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ലോസ് അത് ആ ഒരു അവിടെ ഒരു നഷ്ടം വളരെ കുറവാണ് ആക്റ്റീവ് ഫിൽറ്റേഴ്സ്. അതാണ് ഗെയിൻ ഇസ് നോട്ട് അറ്റിനേറ്റഡ് എന്ന് പറയുന്നത്. അത് ശരിയാണ്. നോക്കി തേർഡ് ഓപ്ഷൻ നോക്കി. ആക്റ്റീവ് ഫിൽറ്റേഴ്സ് ഡസ് നോട്ട് കോസ് ലോഡിംഗ് ഓഫ് സോഴ്സ്. ആക്റ്റീവ് ഫിൽറ്റേഴ്സിന് ലോഡിംഗ് പ്രോബ്ലംസ് ഒന്നും അധികം വന്ന് കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആക്റ്റീവ് ഫിൽറ്റേഴ്സ് ഡസ് നോട്ട് കോസ് ലോഡിംഗ് ഓഫ് ദ സോഴ്സ്.
നാലാമത്തെ പാസീവ് ഫിൽറ്റേഴ്സ് ആർ ഡിഫറെന്റ് ടു ട്യൂണർ അഡ്ജസ്റ്റ്. ശരിയാണ്, പാസീവ് ഫിൽറ്റേഴ്സിന് ട്യൂൺ ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ആക്റ്റീവ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് തന്നെ. ആക്റ്റീവ് ഫിൽറ്റേഴ്സ് നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും. അതെല്ലാം കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി നോക്കിയ പാസീവ് ഫിൽറ്റേഴ്സ് ആർ ലെസ് എക്സ്പെൻസീവ്. യൂഷ്വലി പാസീവ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത് ആക്റ്റീവ് ഫിൽറ്റേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് പാസീവ് ഫിൽറ്റേഴ്സ് ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. കാരണം ആക്റ്റീവ് ഫിൽറ്റേഴ്സിന് കുറച്ചും കൂടെ എന്തുണ്ട്, ഇതുണ്ട്, എന്താ പറയാ, ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏതാണ്, ആക്റ്റീവ് ഫിൽറ്റേഴ്സ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് നമുക്ക് തെറ്റായിട്ടുള്ള ആൻസർ. What are the most commonly used filters? Okay, low pass and high pass filters ഉണ്ട്, band pass filter, band reject filters, all pass filters. ഇതെല്ലാം എന്താണ്, മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫിൽറ്റേഴ്സ് ആണ്. സോ ഓൾ ഓഫ് ദി എബോവ് എന്ന് പറയാൻ സാധിക്കും. Choose an op-amp that improves filter performance. Okay, filter performance improve ചെയ്യാൻ പറ്റുന്ന ഒരു op-ampന്റെ പേര് എല്ലാം 318 ആണ് കേട്ടോ. അത് പഠിച്ചു വെക്കുക. Choose op-amp that improves filter operation. എന്താണ്, എല്ലാം 318 എന്നുള്ള ഓപ്പറേഷൻ ആണ് കറക്റ്റ് ആൻസർ. ഐഡിയൽ റെസ്പോൺസ് ഫിൽറ്റർ ടേക്സ് പ്ലേസ് in. ഓക്കെ, ഫിൽറ്റർ എപ്പോഴും എന്താണ്, എവിടെയാണ് റെസ്പോൺസ് ചെയ്യുന്നത്, ഏത് പോർഷനിൽ പാസ് ചെയ്യുന്നു എന്നാണ്. ഇപ്പൊ ലോ പാസ് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ലോനെ പാസ് ചെയ്ത് ബാക്കി നിന്ന്. ഹൈ പാസ് ആണെങ്കിൽ ഹൈനെ പാസ് ചെയ്യുന്നു എന്നുള്ള. ബാൻഡ് പാസ് എന്ന് പറയുന്നത് ഇടയിൽ റേഞ്ചിനെ പാസ് ചെയ്യുന്നുള്ള. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പാസ് ബാൻഡ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ പാസ് ബാൻഡ് ആണ് എന്താണ് ഏത് ഫിൽറ്റർ എവിടെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അല്ലെ, ഇവിടെ ഹൈ പാസിലാണ്, ലോ ഫ്രീക്വൻസിയിലാണ്, ഇടയിൽ ഫ്രീക്വൻസിയിലാണ് എന്നൊക്കെ കാണിക്കുന്ന ഇവിടെ ആ ഫിൽറ്ററിന്റെ റെസ്പോൺസ് കാണിക്കുന്ന എവിടെയാണ്, പാസ് ബാൻഡ് ഫ്രീക്വൻസിയിലാണ്, പാസ് ബാൻഡ് ആണ് കാണിക്കുന്നത്.